നമസ്കാരം. ഇന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായ ഒരു സംഭവമാണ്. സൂഫി കണ്ടെത്തിയ ആത്മാവ്. നേരത്തെ പറഞ്ഞു വന്ന കഥയിലെ നായകൻ ഒരിക്കൽ അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലത്തുനിന്ന് മറ്റൊരിടത്തേക്ക് മാറി താമസിക്കേണ്ടതായ ഒരവസ്ഥയുണ്ടായി. അപ്പോൾ അദ്ദേഹം താമസിക്കുന്നത് ഒരു ഓടിട്ട ഒരു പുരയിലായിരുന്നു. കുറേ കാലം ആ വീട്ടിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. ആ വീട്ടിൽ താമസിച്ചു കൊണ്ടിരിക്കെ ആ വീടിൻ്റെ ഗൃഹനാഥൻ, ആ വീടിൻ്റെ ഉടമസ്ഥൻ അദ്ദേഹത്തിനോട് വന്നിട്ട് പറഞ്ഞു, ആ വീട് ഒന്ന് പൊളിച്ച് പണിയാൻ പോവുകയാണ്, അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഒന്ന് മാറണമെന്ന് അദ്ദേഹത്തിനോട് വളരെ വിനയത്തോടു കൂടി പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി മാറിത്തരാം, മറ്റൊരിടം ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം തൻ്റെ ശിഷ്യഗണമായ ഒരാളോട് കാര്യം പറഞ്ഞു. അങ്ങനെ അദ്ദേഹം കുറച്ച് ദൂരെയുള്ള ഒരു സ്ഥലത്ത് വീട് അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ വീടുകൾ സൂഫിക്ക് അനുയോജ്യമായ രീതിയിൽ അദ്ദേഹത്തിന് ഒരു ഏകാന്തമായി ഇരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലുള്ള അന്തരീക്ഷം നോക്കിക്കൊണ്ടാണ് വീട് അന്വേഷണം തുടങ്ങിയത്. പല സ്ഥലത്തും തിരക്കിയിട്ടും അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയുന്ന ആ വീടിൻ്റെ വാടകയും അതുപോലെ തന്നെ മറ്റ് ശല്യങ്ങളൊന്നുമില്ലാത്ത സ്വസ്ഥമായി ഇരിക്കാൻ പറ്റുന്ന ഒരു ഏകാന്തമായ സ്ഥലവും കൂടി ആയപ്പോൾ പെട്ടെന്ന് കിട്ടുക എന്നുള്ളതൊരു ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ തിരക്ക് പിടിച്ച അന്വേഷണത്തിൽ ഒടുവിൽ ഒരു വീട് അദ്ദേഹം കണ്ടെത്തി. ആ വീട് കണ്ടെത്തിയത് വിവരം സൂഫിയോട് പറഞ്ഞപ്പോൾ സൂഫി പറഞ്ഞു, എന്തായാലും അത് തന്നെ ആയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു. മറ്റെങ്ങും കിട്ടാൻ വഴിയില്ല, തന്നെയുമല്ല ഈ വീട്ടിൽ നിന്ന് പെട്ടെന്ന് മാറുകയും വേണം. അങ്ങനെ വീടിൻ്റെ കാര്യങ്ങളെല്ലാം ആ ശിഷ്യൻ പോയി എല്ലാം ശരിയാക്കി. അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ സാമഗ്രികൾ എല്ലാം പാക്ക് ചെയ്തു. അങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് പുറപ്പെടാനായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തു. ആ വീട്ടുകാരനോട് കാര്യങ്ങൾ പറഞ്ഞു. നാളെ വൈകുന്നേരം ഞാൻ പോകും എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് ഒരു വണ്ടി തയ്യാറാക്കുകയും ചെയ്തു. പക്ഷെ രാവിലെ ഉണർന്നപ്പോൾ അന്ന് ഒരു ഹർത്താൽ ദിവസമായിരുന്നു. ഹർത്താൽ ദിവസമായതിനാൽ വണ്ടികളൊന്നും ഓടുന്നില്ല. വൈകുന്നേരം 6 മണി കഴിഞ്ഞേ വണ്ടികൾ ഓടുകയുള്ളൂ. അപ്പോൾ 6 മണിക്ക് വണ്ടി വരാം എന്ന് പറഞ്ഞ ആ ഒരു സമയം നോക്കി അദ്ദേഹം താൻ ഒരുക്കി വെച്ച സാധനങ്ങളുമായി ആ ഓട്ടോ വരുന്നതും കാത്തിരുന്നു. അങ്ങനെ വൈകുന്നേരം ഒരു 6-6:30 മണിയോടുകൂടി ആയി. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ നേരം ഇരുട്ടിത്തുടങ്ങി. വണ്ടിക്കാരനെ കാണുന്നുമില്ല. അദ്ദേഹം കുറച്ച് ദൂരെ നിന്നാണ് വരുന്നത്. അപ്പോൾ ആ വണ്ടിക്കാരനെ വിളിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഏതാണ്ട് മുറിക്കുള്ളിൽ ഇരുട്ട് പരന്ന അന്തരീക്ഷമായി. ലൈറ്റൊന്നും അദ്ദേഹം ഇട്ടില്ല. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുള്ള ഒരു വിശ്വാസി അദ്ദേഹത്തിനൊരു ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെറുതെ ഇരുട്ടിലേക്ക് നോക്കിക്കൊണ്ട് ഇങ്ങനെ ഏറെ നേരം ഇരുന്നപ്പോൾ അദ്ദേഹം വെറുതെ ആ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് ആ ഇരുട്ടിലേക്ക് നോക്കി ഒന്ന് ഫ്ലാഷ് ചെയ്തു. ഒരു ക്യാമറ ഓണാക്കിയിട്ട് ഒരു ഫ്ലാഷ് ചെയ്തു. അപ്പോൾ അതിലൊരു പിക്ചർ വന്നു. അപ്പോൾ ഇരുട്ടിലേക്ക് ഫ്ലാഷ് അടിച്ചപ്പോൾ അതിലൊരു പിക്ചറാണ് വന്നത്.
അപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്തൊരു അത്ഭുതമായി. കാരണം ഇരുട്ടിലേക്ക് ഫ്ലാഷ് അടിച്ചു കഴിഞ്ഞാൽ ഇരുട്ടല്ലേ വരാവൂ. അതിൻ്റെ അകത്തൊരു പടം വന്നിരിക്കുന്നു. അദ്ദേഹം ലൈറ്റ് ഇട്ടുകൊണ്ട് ആ പടം വീക്ഷിച്ചു. വളരെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു സ്ത്രീ രൂപമാണ്. ആ സ്ത്രീ രൂപം കെട്ടിത്തൂങ്ങി കിടക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അദ്ദേഹം വല്ലാത്തൊരവസ്ഥയിലായി. അദ്ദേഹം തൻ്റെ കൂടെയുള്ള ആളുകളെ വിളിച്ചിട്ട് ഇത് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർക്ക് ഒരു വല്ലാത്ത സംശയങ്ങൾ ഉദിച്ചു. ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. അങ്ങനത്തെ ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഒന്നും ആ വീട്ടിൽ തോന്നിയിട്ടുമില്ല. പക്ഷേ ഇവിടെ ഇങ്ങനെ ഫ്ലാഷ് അടിച്ചപ്പോൾ ഒരു കെട്ടിത്തൂങ്ങിക്കിടക്കുന്ന ഒരു സ്ത്രീയുടെ രൂപം വന്നപ്പോൾ അദ്ദേഹം വളരെ സംശയത്തിലായിക്കൊണ്ട് ആ വീടിൻ്റെ ഉടമസ്ഥനെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, ഈ വീട്ടിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ നടന്നിട്ടുണ്ടോ? അദ്ദേഹം ചോദിച്ചു, എന്ത് കുഴപ്പം? അല്ല, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? അതെന്താ പോകാൻ നേരമായപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അല്ല, ചോദിച്ചെന്നേ ഉള്ളൂ. അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉള്ളത് കൊണ്ടല്ല നിങ്ങളെ മാറ്റുന്നത്, വീട് പൊളിച്ച് പണിയാൻ വേണ്ടിയിട്ടാണ് മാറ്റുന്നതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് അറിയാവുന്ന ആളായതുകൊണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിലും ഒരു ടെൻഷൻ വന്നു. എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഈ വീട്ടിൽ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്താണെന്ന് എനിക്കും മനസ്സിലായിട്ടില്ല. അദ്ദേഹം ആ കണ്ട പിക്ചർ അദ്ദേഹത്തിനെയും കാട്ടിക്കൊടുത്തു. അപ്പോൾ ആ ആൾക്കും ഒരു വല്ലാത്ത അസ്വസ്ഥതയായി. അദ്ദേഹം നേരെ ഈ ഓട്ടോ ഡ്രൈവറെ വിളിച്ചു. എവിടെ എത്തിയെന്ന് ചോദിച്ചു. അദ്ദേഹം വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ വീട് തയ്യാറാക്കിയ ആളെ വിളിച്ചു. അയാളെ വിളിച്ചിട്ട് ചോദിച്ചു, ഇപ്പോൾ താമസിക്കാൻ പോകുന്ന വീട്, ആ വീട്ടിൽ വല്ല ദുർമരണങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയൊന്നും അറിഞ്ഞില്ല. എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. പക്ഷെ അദ്ദേഹം അന്വേഷിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ ഒരു സംഭവം ആർക്കും അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഈ വണ്ടി വരികയും സാധനങ്ങൾ കയറ്റുകയും ആ വീട്ടുകാരോട് യാത്ര പറഞ്ഞുകൊണ്ട് അദ്ദേഹം പുറപ്പെടുകയും ചെയ്തു. അങ്ങനെ വളരെ ദൂരെയുള്ള ഒരു സ്ഥലത്ത് വന്നുകൊണ്ട് അദ്ദേഹം ആ വീട്ടിലേക്ക് വന്നപ്പോൾ ആ വീട് അദ്ദേഹം അപ്പോഴാണ് കാണുന്നത്. ഒരു 2 നില വീടാണ്. വളരെ മനോഹരമായ 2 നില വീട്. അദ്ദേഹം അത്ഭുതത്തോടു കൂടി ചോദിച്ചു, എനിക്ക് കണ്ടെത്തിയ വീട് ഇതാണോ? ഇത്രയും വലിയ വീട് എനിക്കെന്തിനാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എല്ലായിടത്തും വീട് അന്വേഷിച്ചു, എവിടെയും വീട് ശരിയായില്ല. പക്ഷേ ഈ വീട് വലിയ വാടകയൊന്നുമില്ല, വളരെ ചുരുങ്ങിയ വാടകയാണ് പറയുന്നത്. അത് വിശ്വസിക്കാൻ പോലും പറ്റാത്തൊരു വാടകയായിരുന്നു. ഇത്രയും വലിയൊരു വീട് ഇത്രയും ചെറിയ തുകയ്ക്ക് തരണമെങ്കിൽ എന്തെങ്കിലും കാരണമുണ്ടാകുമല്ലോ എന്ന് അദ്ദേഹം ചിന്തിച്ചു. എന്തായാലും ആ വീട്ടിലേക്ക് കടന്നു, സാമഗ്രികളെല്ലാം വെച്ചു. അപ്പോൾ വീടിൻ്റെ അകത്ത് അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. മുകളിലും മുറികളൊക്കെ ഉണ്ട്. ഒരു വലിയ ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വലിയ വീടാണത്. നിലത്തൊക്കെ വലിയ മനോഹരമായ രീതിയിൽ ടൈലൊക്കെ ഇട്ടിരിക്കുന്നു. എങ്കിൽ ഏറ്റവും രസകരമായ സംഭവം എന്താണെന്ന് വെച്ചാൽ ഏകാന്തമായൊരു സ്ഥലമാണ്. അതാണ് കിട്ടിയിരിക്കുന്നത്. ഒരു വലിയ പറമ്പിൻ്റെ ഉള്ളിലുള്ള ഒരു വലിയ വീടാണ്. പരിസരത്തെങ്ങും ഒരു അയൽവക്കം പോലുമില്ല. കുറേ ദൂരെ മാറി ഒരു വീട് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. അത്രയേ ഉള്ളൂ. അത്രയ്ക്കും ശാന്തമായ ഒരിടം. അപ്പോൾ വലിയ വീടാണെങ്കിലും തൻ്റെ ഏകാന്തതയോടുകൂടി ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ചിന്തിക്കാൻ പറ്റുന്ന ഒരിടം കിട്ടിയ സന്തോഷമുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഈ കണ്ട ആ പിക്ചറായിരുന്നു മനസ്സിൽ. അങ്ങനെ ആ വീട്ടിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ 2 ശിഷ്യഗണങ്ങളുമായി അവിടെ കിടന്നു. അന്ന് രാത്രി സുഖമായി ഉറങ്ങി. രാവിലെ ഉണർന്നു. അദ്ദേഹം പുറത്തേക്ക് വന്നപ്പോൾ ആ വീടിൻ്റെ തൊട്ടരികിലായിട്ട് ഒരു കനാൽ പോലെ ഒരു കാന പോലെ ഇങ്ങനെ പോകുന്നുണ്ട്. അത് ക്ലീൻ ചെയ്യാൻ വന്ന 2 ആളുകൾ. അങ്ങനെ അവരുമായി പരിചയപ്പെട്ടു.
അപ്പോൾ അവരോട് ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ ഈ വീട്ടിലേക്ക് താമസിക്കാൻ വന്നത് നിങ്ങൾ മാത്രമാണോ, വേറെ ആരുമില്ലേ? അപ്പോൾ ഇല്ല, പെട്ടെന്നൊരു വീട് വേണമെന്ന് പറഞ്ഞപ്പോൾ ഈ വീടാണ് കിട്ടിയത് എന്ന് പറഞ്ഞു. അങ്ങനെ അവരോട് അത് ചോദിച്ചാൽ കൊള്ളാമെന്നുള്ളൊരു തോന്നൽ മനസ്സിൽ വന്നെങ്കിലും ആ ചോദ്യം ഇനി വലിയ വേറെ എന്തെങ്കിലും സംശയങ്ങൾക്കിടയാകുമോ എന്ന് കരുതി അദ്ദേഹം ചോദിക്കാതെ നിന്നു. അങ്ങനെ ഓരോ ദിവസങ്ങളും കടന്നു പോകാൻ തുടങ്ങി. ആ വീട്ടിൽ പ്രത്യേകിച്ച് ഒന്നും അനുഭവപ്പെട്ടില്ല. കാരണം ഈ വീടിന് പുറത്തിറങ്ങി നിൽക്കുമ്പോൾ, അതായത് ഈ വലിയ വാർക്ക വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പുറകുവശത്തായിട്ട് ഒരു കിച്ചൺ പോലെ, ഒരു അടുക്കള പോലെ, പഴയ കാലത്തൊക്കെയുള്ള ഒരു അടുക്കള പോലെ ഒരു ചാർപ്പ് ഉണ്ട്. അത് അടച്ചിട്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്തേക്ക് പ്രവേശനവുമില്ല. അദ്ദേഹം ഈ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മീയപരമായ ചിന്തകളും കാര്യങ്ങളുമായി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ശിഷ്യഗണങ്ങൾ ഇടയ്ക്കവിടെ വരും. അങ്ങനെ 1-2 ദിവസങ്ങൾ കടന്നു. അങ്ങനെ ഒരു 3-4 ദിവസം അവിടെ ഇരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഉറങ്ങാതെ അങ്ങനെ ഇരുന്നു. അന്നത്തെ ദിവസം ആരും വന്നിരുന്നില്ല. ആ വീട്ടിൽ അദ്ദേഹം ഒറ്റയ്ക്കാണ് ഇരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് തൻ്റെ പുറകിൽ ആരോ വന്ന് നിൽക്കുന്ന പോലെ ഒരു തോന്നൽ. അദ്ദേഹം മെല്ലെ തിരിഞ്ഞു നോക്കി, ആരെയും കാണുന്നില്ല. അപ്പോൾ സ്റ്റെയർ കേസിൻ്റെ മുകളിലേക്കുള്ള നിലയിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസിൻ്റെ അവിടെ ഒരു നിഴൽ രൂപം പോലെ കാണപ്പെട്ടു. ഈ വീട്ടിൽ എന്തോ പന്തികേടുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയും ചെയ്തു. ഈ വീട്ടിൽ എന്തോ നടന്നിട്ടുണ്ട് എന്നുള്ള ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കടന്നുകൂടി. അങ്ങനെ അദ്ദേഹം എന്തായിരിക്കും ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? അങ്ങനെ അദ്ദേഹം ഓരോ മുറികളും പരിശോധിച്ചു. അങ്ങനെയെല്ലാം പരിശോധിച്ച് ആ വീടിനെക്കുറിച്ച് മനസ്സിലാക്കി. അങ്ങനെ അദ്ദേഹം ആ ഫോട്ടോ, ആ മൊബൈൽ വന്ന ഫോട്ടോ വീണ്ടും എടുത്തുകൊണ്ട് അതിലേക്ക് നല്ലവണ്ണം സൂക്ഷിച്ചു നോക്കി. അങ്ങനെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ താഴെ എന്തോ ചെറിയ ഒരക്ഷരം പോലെ തോന്നിക്കുന്നു. അതെന്താണെന്നറിയാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു. വളരെ ചെറിയൊരു മൊബൈലായിരുന്നു. അപ്പോൾ അദ്ദേഹം അത് തൻ്റെ ശിഷ്യനെ കയ്യിൽ കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു പ്രിൻ്റ് എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പോയി അതിൻ്റെ ഒരു പ്രിൻ്റ് അല്പം വലുതാക്കി എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു പേര് കാണുന്നുണ്ട്. ആ പേര് എഴുതിയിരിക്കുന്നത് ഒരു ഹിന്ദുവിൻ്റെ പേരാണ്. അപ്പോൾ ആ പേര് വായിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഇരുന്നു. എന്താണ് ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം? ഒരു സ്ത്രീ ആത്മഹത്യയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം ശിഷ്യഗണങ്ങളോടൊക്കെ ഈ വിഷയം കാണിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട് എല്ലാവരും വലിയ അതിശയത്തിലായി. എങ്കിൽ ഈ രാത്രിയിൽ ഇങ്ങനെ കണ്ട സംഭവമൊന്നും ആരോടും പറഞ്ഞില്ല. എന്നാലും ഈ വീട്ടിൽ എന്തൊക്കെയോ നടന്നിട്ടുണ്ടെന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിൻ്റെ ഏകാഗ്രമായ ചിന്തയിലൂടെ അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പുറത്തെ മുറിയിൽ പാത്രങ്ങളൊക്കെ മറിഞ്ഞു വീഴുന്ന ശബ്ദം കേട്ടു. അദ്ദേഹം മെല്ലെ ചെന്ന് നോക്കിയപ്പോൾ ഒരു പാത്രവും മറിഞ്ഞു വീണിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പാത്രങ്ങളെല്ലാം അതുപോലെ ഇരിപ്പുണ്ട്. പക്ഷെ ശബ്ദം ശരിക്ക് കേട്ടു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ ഒരു ചിന്ത കടന്നുകൂടിയപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഉണർന്ന് അദ്ദേഹം പുറത്തു വന്നുകൊണ്ട് വേറെ നേരം അവിടെ നിന്നപ്പോൾ ഒരാൾ വരുന്നു. അങ്ങനെ അയാളുമായിട്ട് വളരെ നേരം സംസാരിക്കുകയും ആ സംസാരത്തിലൂടെ ഒരു സത്യം തിരിച്ചറിയുകയും ചെയ്തു. ആ വീട്ടിൽ ഒരു സ്ത്രീ, അവർക്ക് ഏകദേശം 60 വയസ്സോളം പ്രായമുണ്ട്. അവർ ആത്മഹത്യ ചെയ്തതാണ്. അവർ ആത്മഹത്യ ചെയ്ത് തൂങ്ങിക്കിടന്നത് ആ ഓടിട്ട് കാണുന്ന ആ അടുക്കളയുടെ ഒരു കോർണറിലാണ്. അപ്പോൾ ഇതൊന്നും നിങ്ങൾക്കറിയില്ലായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ടായിരിക്കും ഇത്രയും ചെറിയൊരു വാടകയ്ക്ക് ഈ വീട് എനിക്ക് തന്നത് അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചു. അങ്ങനെ അയാൾ അവിടെ നിന്ന് പോവുകയും ചെയ്തു.
അപ്പോൾ ഇതുവരെ ആ വീടിൻ്റെ ഓണറെ പുള്ളി കണ്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹം ഈ വീടെടുത്ത ആളെ വിളിച്ചുകൊണ്ട് ഈ വിഷയങ്ങളൊക്കെ അവതരിപ്പിച്ചപ്പോൾ ഈ വീടിൻ്റെ ഓണറുടെ പേര് പറഞ്ഞപ്പോൾ ഇദ്ദേഹം ഒന്ന് ഞെട്ടി. കാരണം ഈ പിക്ചറിൽ കണ്ട പേരും ഇദ്ദേഹം പറയുന്ന പേരും ഒന്നാണ്. ഈ കഥ പറയുമ്പോൾ ഞാൻ ആരുടെയും പേര് പറയാത്തത് ഇതൊരു നടന്ന സംഭവമായതുകൊണ്ട് തന്നെയാണ്. അതാരെയും അതിലേക്ക് വലിച്ചേക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അവിടെ ആ മരണപ്പെട്ട ആ സ്ത്രീക്ക് തന്നോടെന്തെങ്കിലും പറയാനുണ്ടായിരിക്കും. അവർ ആത്മഹത്യ ചെയ്തതാണോ അതോ മറ്റെന്തെങ്കിലും സംഭവിച്ചതാണോ എന്നുള്ള ചിന്തയാണ് പിന്നെ കയറിയത്. എങ്കിലും ചിന്താഗതിയിലൂടെ മനസ്സിലാക്കിയെടുത്ത ഒരു കാര്യം, ആ കാര്യം എത്രത്തോളം ശരിയാണെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി അദ്ദേഹം തൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെ കാണുന്ന ആ വീട് നോട്ടമിട്ടു. അങ്ങനെ പിറ്റേ ദിവസം വൈകുന്നേരമായപ്പോൾ അദ്ദേഹം തൻ്റെ ഒരു ശിഷ്യനെയും കൂട്ടി ആ വീട്ടിൽ ചെന്നു, പരിചയപ്പെട്ടു. ഈ വീട്ടിൽ താമസിക്കാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ അവരുടെ മുഖത്തൊക്കെ ഒരു ഭയപ്പാട് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരുമായിട്ട് ഏറെ നേരം സംസാരിച്ചു. അങ്ങനെ ആ വീടിൻ്റെ കഥ പറയാൻ തുടങ്ങി. ആ വീട്ടിൽ അമ്മയും അതുപോലെ തന്നെ 2 ആൺമക്കളും അതുപോലെ തന്നെ അവർ വിവാഹം കഴിച്ച ഭാര്യമാരും ഒക്കെ ഉണ്ടായിരുന്നു. വളരെ നിലവാരത്തിൽ കഴിഞ്ഞു പോകുന്ന ഒരു കുടുംബമായിരുന്നു. പുതിയ വീട് അവർ വെച്ചതാണ്. പക്ഷേ അവർ നടത്തുന്ന ബിസിനസ്സിൽ ചെറിയ തകരാറുകളൊക്കെ വന്നപ്പോൾ സ്വത്ത് സംബന്ധമായ ചില തർക്കങ്ങൾ ഉണ്ടായി. ഈ വീട് പൂർണ്ണമായും അവരുടെ മാതാവിൻ്റെ പേരിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ആ വീട് വിറ്റ് ഭാഗം ചെയ്യുന്നതിനെക്കുറിച്ചുള്ള സംസാരങ്ങൾ ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. പലപ്പോഴും രാത്രിയിൽ ബഹളങ്ങൾ കേൾക്കുകയും പാത്രങ്ങൾ വലിച്ചെറിയുന്ന ശബ്ദവും ഒക്കെ അവിടെ നിന്ന് വരാറുണ്ട്. അവരുടെ നിലവിളി കേൾക്കാറുണ്ട്. ഇതൊക്കെ ഇയാൾ പറഞ്ഞു. അങ്ങനെ ഓരോ സംഭവങ്ങളും പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, പിന്നീട് കേൾക്കുന്നത് ആ സ്ത്രീ ആത്മഹത്യ ചെയ്തു എന്നാണ്. അപ്പോൾ ആ വീട്ടിൽ അവർ ആത്മഹത്യ ചെയ്തപ്പോൾ പെട്ടെന്ന് തന്നെ അത് ദഹിപ്പിക്കുകയും അതുപോലെ തന്നെ കർമ്മങ്ങൾ നടത്തുകയും ആ വീട് കച്ചവടമാക്കുകയും അവരവിടെ നിന്ന് പോവുകയും ചെയ്തു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു അസ്വസ്ഥത വന്നു. അപ്പോൾ അവരുടെ സംസാരത്തിൽ നിന്ന് അതൊരു ആത്മഹത്യയല്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടൊക്കെയാണ് വന്നത്. അങ്ങനെ വന്നിരിക്കെ ആ വീട്ടിൽ വന്നിരുന്നു കൊണ്ട് അദ്ദേഹം ഏറെ നേരം ഇങ്ങനെ ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിന് കണ്ടെത്തിയ ആ കാഴ്ചപ്പാടും ഇതും എല്ലാം ഏകദേശം ഒരു ഒന്നായ അവസ്ഥയിലായെങ്കിലും അതിനൊരു പൂർണ്ണരൂപം കണ്ടെത്തുന്നത് അല്ലെങ്കിൽ കണ്ടെത്തിയാൽ അതുകൊണ്ട് ആർക്കാ ഗുണം അല്ലെങ്കിൽ ആർക്കാണ് അതുകൊണ്ട് ഫലമുണ്ടാകുക എന്നുള്ള ഒരു പിടുത്തമില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് ആ ചിന്തകളിൽ തന്നെ കിടക്കുന്നത് കൊണ്ട് ആ വീട്ടിൽ നിന്ന് മാറുവാനുള്ള ആഗ്രഹം തൻ്റെ ശിഷ്യനോട് പ്രകടിപ്പിച്ചു. അദ്ദേഹം എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ആ സ്ത്രീ മരിച്ചതല്ല, ആ സ്ത്രീക്ക് ബഹളം നടക്കുന്നതിൻ്റെ ഇടയിൽ എന്തോ സംഭവിച്ചു പോയതാണ് എന്ന് പറഞ്ഞു. എങ്കിലും അതിനൊരു പൂർണ്ണമായ ഉത്തരം കിട്ടാത്തത് കൊണ്ടിട്ട് നമ്മൾ ഊഹാപോഹങ്ങൾ പറഞ്ഞ് അതൊരു പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകണ്ട. അതുകൊണ്ട് ഇവിടെ താമസിച്ചു കഴിഞ്ഞാൽ മാനസികമായിട്ട് എനിക്കും സ്വസ്ഥത കിട്ടില്ല. ഇത് വേറൊരാൾ വാങ്ങിച്ചിരിക്കുകയാണ് ആ വീട്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് മാറണം എന്ന കാര്യം പറയുകയും അങ്ങനെ വേറൊരു വീട് കണ്ടെത്തി അവിടെ നിന്ന് മാറുകയും ചെയ്തു. നമ്മൾ ചില സിനിമകളിലൊക്കെ കാണുന്നത് പോലെ ഈ ഓരോ സ്ഥലത്തും ഓരോ സംഭവവികാസങ്ങളൊക്കെ നടക്കുന്നുണ്ട്.
എല്ലാത്തിൻ്റെയും പുറകെ നമ്മളാരും അന്വേഷിച്ച് പോകാറില്ല. ഓരോ സംഭവങ്ങളും നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് നമ്മളതിനെക്കുറിച്ച് പൂർണ്ണമായിട്ടും അതിൻ്റെ പുറകെ യാത്ര ചെയ്യുമ്പോഴാണ് നമുക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രേതമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. കണ്ടതായിട്ട് ആരും പറയുന്നില്ല. എങ്കിൽ വളരെ അപൂർവം ചിലർക്കുണ്ടായ അനുഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ സൈക്കാട്രിസ്റ്റ് പരമായിട്ട് ഒരു മാനസികപരമായ ഡിപ്രഷനിലൂടെ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെയാണെന്നാണ് പൊതുവെ പറയാറ്. ഈ കഥ പറയുന്ന കൂട്ടത്തിൽ ഞാൻ പണ്ട് കോയമ്പത്തൂർ പോയി ജോലിക്ക് നിന്നപ്പോൾ, പച്ചക്കറിയുടെ ജോലിക്ക് നിന്നപ്പോൾ, ഞാൻ താമസിക്കുന്ന വീട്ടിൽ ഒരു സ്ത്രീ ഇതുപോലെ കെട്ടിത്തൂങ്ങി മരിച്ചതാണെന്ന് ഞാൻ പിന്നീട് അറിഞ്ഞപ്പോൾ സ്വസ്ഥമായി ഉറങ്ങിക്കിടന്ന എനിക്ക് പിന്നീട് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഓരോ രാത്രിയിലും കിടക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ആ ഒരു ചിന്ത കിടന്ന് അസ്വസ്ഥമായി. അതുകൊണ്ട് രാത്രിയിൽ, അപ്പോൾ എൻ്റെ പ്രായം അന്ന് വളരെ ചെറുതാണ്, എനിക്ക് ഏകദേശം 18 വയസ്സൊക്കെ ഉള്ള സമയത്താണ് ഞാൻ തമിഴ്നാട്ടിൽ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 8ാം ക്ലാസ് പഠിത്തം കഴിഞ്ഞ് പല ജോലിക്കും ഇറങ്ങി. ഉമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ മകൻ തമിഴ്നാട്ടിൽ പച്ചക്കറിയുടെ പരിപാടിയായിരുന്നു. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് അവിടെ പോയത്. അപ്പോൾ അദ്ദേഹം താമസിക്കുന്ന റൂമിലാണ് ഞാൻ കിടന്നത്. അപ്പോൾ അദ്ദേഹം വന്ന് എറണാകുളത്തേക്ക് പോന്നപ്പോൾ ഞാൻ ആ വീട്ടിൽ ഒറ്റക്കാണ് കിടന്നത്. അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു കഥ കേട്ടത്. പിന്നീട് എനിക്ക് വല്ലാത്ത ടെൻഷനായി. അപ്പോൾ രാത്രിയാകുമ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അങ്ങനെ ബസ് സ്റ്റാൻഡിൽ പോയിരിക്കും, കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡിൽ പോയിരിക്കും. നേരം വെളുക്കുമ്പോൾ വരും. അങ്ങനെ 2-3 ദിവസമായപ്പോൾ വല്ലാത്ത ക്ഷീണമായി, ഉറക്കത്തിൻ്റെ ആ ഒരു ക്ഷീണം. അങ്ങനെ അന്ന് പതിവില്ലാതെ കിടന്ന് ഉറങ്ങിപ്പോയി. അന്ന് രാത്രി തന്നെ ജ്യേഷ്ഠൻ വരികയും അപ്പോൾ ഒരു ധൈര്യം കിട്ടുകയും സുഖമായി കിടന്ന് ഉറങ്ങുകയും ചെയ്യുന്ന ആ സന്ദർഭത്തിൽ ഞാൻ കാണുന്നൊരു കാഴ്ച, ഓട് ഇങ്ങനെ മെല്ലെ നീങ്ങുന്നു, അതിൽ നിന്നൊരു പുക ഇറങ്ങി വരുന്നു. ആ പുക എൻ്റെ ശരീരം മൊത്തം ഇങ്ങനെ വ്യാപിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഞാൻ വല്ലാത്തൊരവസ്ഥയിലായി. ഞാൻ കിടന്നിങ്ങനെ മൂളി ഞെരുങ്ങിയപ്പോൾ പെട്ടെന്ന് ജ്യേഷ്ഠൻ വന്ന് തട്ടി. അപ്പോഴാണ് ഉണരുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ റിയലായിട്ട് കണ്ടതല്ല, അതെനിക്ക് തോന്നിയതാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലൊരു ഭയം കയറി കഴിഞ്ഞാൽ അത്തരം അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പിന്നീട് ഞാനൊരു ഡോക്ടറെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു. എന്നതുപോലെയല്ല സൂഫികളിൽ നിന്നുണ്ടാകുന്ന ഇത്തരം അനുഭവങ്ങൾ. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ട് നാളെ സംസാരിക്കാം. സ്നേഹപൂർവ്വം